ഇതാണ് ഡിഫൈൻ്റെ ഡിഫൈ സ്പേസ് പ്രോ സ്മാർട്ട് വാച്ചിൻ്റെ പാക്കേജിങ്. ഇതാണ് സ്മാർട്ട് വാച്ച്. ഇതിൻ്റെ MRP ആണ് 1799 രൂപ. ഓക്കെ, ആ പ്രൈസ് പോയിന്റിൽ ഒരു ഡീസൻറ്റ് നല്ല സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നൊരു സെയിൽ എന്തോ നടക്കുന്നുണ്ട്, 1299 രൂപ കിട്ടുന്നുണ്ട്. ആ പ്രൈസ് പോയിന്റിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി സ്മാർട്ട് വാച്ച് ആണ്. സോ നമുക്ക് നോക്കാം ഈ സ്മാർട്ട് വാച്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ് കണ്ടന്റ്. സോ സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചാർജിങ് കേബിൾ, മാഗ്നറ്റിക് ചാർജിങ് കേബിൾ ആണ് തന്നിരിക്കുന്നത്. യൂസർ മാനുവൽ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി 1 year മാനുഫാക്ചറേഴ്സ് വാറന്റി കാർഡ്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ കൂടെ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ആണെങ്കിലും 1 വർഷത്തെ വാറന്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഏത് ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ആണെങ്കിലും അൺബോക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിൻ്റെ ബട്ടൺ. ഓക്കെ, പല ഈ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിൻ്റെ ബട്ടനൊക്കെ നല്ല പോക്കായിരിക്കും. ഓക്കെ, സോ അത് ഫസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. സോ ഇങ്ങനെ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. സോ ഇതിൽ ഞാൻ കുറേ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നോ ഇഷ്യൂസ്. നല്ല ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈവൻ ബിൽഡും കംപ്ലീറ്റ്ലി മെറ്റാലിക് ബിൽഡാണ്. മെറ്റാലിക് ബിൽഡ് എന്ന് പറയുമ്പോൾ ഫ്രെയിം മെറ്റലാണ്. തീർച്ചയായിട്ടും ബാക്കിൽ പ്ലാസ്റ്റിക് ആണ്, ബാക്കിൽ സെൻസറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്രെയിം മെറ്റാലിക് ആയതുകൊണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ചെറിയൊരു പ്രീമിയം ഫീൽ തീർച്ചയായിട്ടും തരുന്നുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ഫിനിഷ് ഉള്ള ഒരു സിലിക്കോൺ സ്ട്രാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല ഡ്യൂറബിൾ ആണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഒരു യൂണിവേഴ്സൽ സ്ട്രാപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഊരിയിട്ട് തേർഡ് പാർട്ടി സ്ട്രാപ്പ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി ഈ ഒരു വാച്ചിൻ്റെ ലുക്കും ഫീലും. ഓക്കെ, IP68 റേറ്റിംഗുമായിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് സ്വിമ്മിങ്ങിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഹോം പേജ്. ഓക്കെ, അതായത് വാച്ച് ഫേസ് ഇതാണ്. ഡിസ്പ്ലേൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 1.69 ഇഞ്ചിൻ്റെ ഒരു കളർ HD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. കളേഴ്സും അത്യാവശ്യം വൈബ്രൻ്റ് ആണ്. ഓക്കെ, സോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാനലാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നമുക്ക് നമ്മുടെ മെസ്സേജസ് കാണാൻ പറ്റും. കംപ്ലീറ്റ് മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ അതിന് റീഡ് ചെയ്യാം. കണ്ടില്ലേ, കംപ്ലീറ്റ് മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഡെയിലി സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റി കാണാൻ കഴിയുക. സോ സ്റ്റെപ്സും എത്ര നേരമായിരുന്നു ആക്ടിവിറ്റി, പിന്നെ എത്ര കാലറീസ് ആണ് ഇതുവരെ ബേൺ ചെയ്തത്, എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് സ്റ്റാർട്ട്. സോ 86 BPM ആണ് കാണിക്കുന്നത്. സോ മെഷർമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഒന്നുകൂടെ മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ഡേറ്റ. സോ നിങ്ങൾക്ക് ഇത് വെച്ച് സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ ലൈറ്റ് സ്ലീപ്പും ഡീപ്പ് സ്ലീപ്പ് രണ്ടിൻ്റെയും കണക്ക് നമുക്ക് ക്ലിയർലി കാണാൻ കഴിയുന്നുണ്ട്. മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വെതർ ഡേറ്റയാണ്. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ മ്യൂസിക് കൺട്രോൾ. അതെല്ലാം ഞാൻ കാണിച്ചു തരാം ആഫ്റ്റർ കണക്റ്റിംഗ് ടു സ്മാർട്ട് വാച്ച്. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ക്വിക്ക് ടോഗിൾ ബട്ടൺസ് ഒക്കെ കാണാം. ഫസ്റ്റ് ബട്ടൺ ആണ് ബേസിക്കലി ഫോർ സ്പോർട്സിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ആണ്. നെക്സ്റ്റ് ആണ് ബ്രൈറ്റ്നസ്. Defy പറയുന്നതനുസരിച്ച് 550 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ്. ഇതാണ് ബേസിക്കലി DND, മ്യൂസിക് പ്ലെയർ ആണ്. ഇത് ആപ്പിൻ്റെ QR കോഡ്, സ്മാർട്ട് വാച്ചിൻ്റെ ഇൻഫർമേഷൻ. ഫൈനലി സെറ്റിങ്സ് നമുക്ക് ഇവിടെ നിന്നും ചെയ്യാൻ പറ്റും. ഹോം സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ സെയിം സെറ്റിങ്സ് വരുന്നുണ്ട്. ഇവിടെ ബേസിക്കലി സ്പോർട്സ് ഉണ്ട്. സോ ഇവിടെ ഞാൻ സ്പോർട്സ് കാണിച്ചു തരാം. വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, ക്ലൈംബിംഗ്, യോഗ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, റോപ്പ് സ്കിപ്പിംഗ്, സ്വിമ്മിംഗ്. 10 സ്പോർട്സ് മോഡാണ് വരുന്നത്. മോർ ദൻ ഇനഫ് ആണ്. നിങ്ങൾക്ക് വാക്കിംഗ് ട്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാർട്ട് ആയിക്കോളും. ഇവിടെ പ്രസൻറ്റ് ടൈം കാണിക്കുന്നുണ്ട്, ഡ്യൂറേഷൻ ഓഫ് വർക്കൗട്ട്, സ്റ്റെപ്സ്, എത്ര കിലോമീറ്റർ നിങ്ങൾ നടന്നു, കിലോ കാലറീസ് ബേൺഡ് ആൻഡ് BPM എല്ലാം ഇവിടെ ട്രാക്ക് ചെയ്യും. ഞാൻ നടക്കുന്നില്ല, അതുകൊണ്ട് ബാക്കിയെല്ലാം 0 ആണ്. ഓക്കെ, പക്ഷേ BPM എന്തായാലും ട്രാക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബ്രീത്. അതായത് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മോഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ആണ് ക്യാമറ. സോ നമുക്കിതിങ്ങനെ ഷേക്ക് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ബാക്ക് ടു SpO2. സോ SpO2 മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 99% കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സ്റ്റോപ്പ് വാച്ച്, ഫൈൻഡ് ഫോൺ. നമ്മളവിടെ കണ്ടില്ലായിരുന്നു, ക്ലിക്ക് ചെയ്താൽ ഫോൺ റിംഗ് ആവും. ഞാൻ കാണിച്ചു തരാം, അത് ഇവിടെയും വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സ്ക്രീൻ ടൈം ഔട്ട്, വാച്ച് ഫേസ്. ഓക്കെ, ഇതാണ് ബേസിക്കലി വാച്ച് ഫേസിൻ്റെ സെറ്റിങ്സ്. സോ ഇതിൽ ഏകദേശം 6 വാച്ച് ഫേസസ് ആണ് നമുക്ക് ബൈ ഡിഫോൾട്ട് കിട്ടുന്നത്. 1 2 3 4 5 6 6 എണ്ണമാണ് കിട്ടുന്നത്. ഇത് ബേസിക്കലി കസ്റ്റമൈസബിൾ വാച്ച് ഫേസ് ആണ്. അത് നമുക്ക് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത അഡീഷണൽ വാച്ച് ഫേസ്. ഓക്കെ, നമുക്ക് ഒരു അഡീഷണൽ വാച്ച് ഫേസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതാണ് റീസെറ്റ് ബട്ടൺ, പവർ ഓഫ് ബട്ടൺ, അഗെയിൻ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, QR കോഡ്, ടൈമർ ആൻഡ് മോറിൽ റേസ് ടു വേക്ക് ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി കത്തില്ല. ഓക്കെ, അത് സ്വിച്ച് ഓൺ ചെയ്യണം. സോ ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ആവണം. യെസ്, വർക്ക് ആവുന്നുണ്ട്, നോ പ്രോബ്ലം. Defy സ്പേസ് എന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, സ്പേസ് ആൻഡ് സ്പേസ് പ്രോ. നമ്മുടെ സ്പേസ് പ്രോ ആണ്. അലോ, സെറ്റപ്പ്, എഗ്രി, അലോ. സോ ഇവിടെ കാണിക്കുന്നുണ്ട് സ്പേസ് പ്രോ, ലെറ്റ്സ് പെയർ, കംപ്ലീറ്റ്. വളരെ ഫാസ്റ്റ് ആയിരുന്നു. സോ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്.
ഫസ്റ്റ് തന്നെ ഹോം പേജ് ആണ്. ഹോം പേജിൽ നമ്മുടെ സമ്മറി കാണാൻ പറ്റും. എത്ര സ്റ്റെപ്സ് നമ്മൾ വാക്ക് ചെയ്തു, എത്ര എനർജിയൊക്കെ ബേൺ ചെയ്തു. നോർമലി ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷനിൽ കണ്ടുവരുന്ന എല്ലാം സംഭവം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടാബാണ് അനാലിസിസ്. നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട്, കാലറീസ്, ഹാർട്ട് റേറ്റ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹാർട്ട് റേറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് നമ്മുടെ സ്മാർട്ട് വാച്ച് മോണിറ്റർ ചെയ്ത എല്ലാം കണക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മുടെ വാച്ചിൻ്റെ സെറ്റിങ്സ്. ഫസ്റ്റ് തന്നെ വാച്ച് ഫേസസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ടോട്ടൽ ഓഫ് 7 വാച്ച് ഫേസസ് കിട്ടുന്നുണ്ട്. 7th വാച്ച് ഫേസ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഉണ്ട്. മോർ ദാൻ 100 വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. ആപ്പ് നോട്ടിഫിക്കേഷൻസ് ഇതാ ഇവിടെയാണ് വരുന്നത്. സോ ഏതൊക്കെ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണ് വേണ്ടത് എല്ലാം ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. മെസ്സേജസ്, ഇൻകമിംഗ് കോൾ, വാട്സാപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അങ്ങനെ ലാഗ് ഒന്നുമില്ല. സോ ഫോൺ കോൾ ഇവിടെയും കാണിക്കുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഫോർ ഷുവർ നിങ്ങൾക്ക് ഇവിടെ ആൻസറിങ് അല്ലെങ്കിൽ കോളിംഗ് ഫീച്ചറൊന്നും വരുന്നില്ല. ഈ പ്രൈസ് പോയിന്റിൽ ഡിഫിക്കൽട്ടാണ് കോളിംഗ് ഫീച്ചറൊക്കെ. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഫൈൻ ഡിവൈസ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേ രീതിയിൽ നമുക്കത് ഈ ഫോണും കണ്ടുപിടിക്കാൻ പറ്റും. താഴേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇതാണ് ബേസിക്കലി. സോ വർക്കാവുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ക്യാമറ. ഷേക്ക് ചെയ്ത് നോക്കാം. എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ വന്നു. നെക്സ്റ്റ് ആണ് അലേർട്സ്, ഹൈഡ്രേഷൻ, അതായത് വാട്ടർ ഡ്രിങ്കിങ് റിമൈൻഡർ ആണ്. അതിനുശേഷം സെഡൻഡറി, അതായത് നിങ്ങൾ കുറേ നേരം ഇങ്ങനെ കുത്തിയിരിക്കുകയാണെങ്കിൽ അത് പറയും, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറയും. ഇനി നെക്സ്റ്റ് ആണ് സെറ്റിംഗ്സ്. ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ്ലി. പക്ഷേ കൂടുതൽ ബാറ്ററി കൺസംഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് പ്രൊഫൈൽ ടാബ്. ഇവിടെ ഗോൾ സെറ്റപ്പ് ഉണ്ട്. അതായത് എത്ര എനർജിയാണ് നിങ്ങൾക്ക് ബേൺ ചെയ്യേണ്ടത്, എത്ര സ്റ്റെപ്സ് നടക്കണം, അതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. 240 mAh ബാറ്ററിയാണ് ഈ സ്മാർട്ട് വാച്ചിൽ കൊടുത്തിരിക്കുന്നത്. 7 അല്ലെങ്കിൽ 8 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഏകദേശം 2.5 മണിക്കൂർ എടുക്കും. സോ ഈ സ്മാർട്ട് വാച്ചിന്റെ പ്രൈസും പിന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ MRPയിൽ തന്നെ 1799 രൂപയാണ് MRP. അതിൽ തന്നെ ഒരു ഡീസന്റ് ഓഫർ എന്ന് പറയാൻ പറ്റും. ഏറ്റവും മികച്ച സ്മാർട്ട് വാച്ച് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ഡീസന്റ് സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഇതിന്റെ ഓഫർ പ്രൈസ് ഉണ്ടല്ലോ 1299 രൂപ. ആ പ്രൈസ് പോയിന്റിൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ഫോർ മണി സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു ഡിഫൈൻ്റെ സ്പേസ് പ്രോ. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നീട് കമൻസിലും ലിങ്ക് ഇട്ട് തരാം. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. Goodbye.